കുത്തിയിരുന്നു. ഇസ്ലാമീങ്ങളാണേലും അയൽപക്കത്തെ കുട്ടികളോട് കൂട്ടുകൊടരുത്. തീയെ ആനമക്കാരീന്റെ പുന്നാരമോളുടെ പുന്നാരമോള എന്റെ ഉപ്പാക്കേ ഒരാനയുണ്ടായിരുന്നു. വലിയൊരു കൊമ്പനാന. എന്റെ പൊന്നാരി ആനേ, ഇതാണ് ഭാഗ്യമർഗം. നിന്റെ നിക്കാഹ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഹജ്ജിന് പോകാന്. നിന്റെ നിക്കാഹത്തിന് നിന്റെ വാപ്പാടെ പട്ടായ്മക്കാരുടെ കൂട്ടക്കാരും വന്നില്ലേലും അന്റെ നിക്കാഹ നടക്കും. കാരണേ ഈ ആനമക്കാരീന്റെ പുന്നാരമോളുടെ പുന്നാരമോള. ഹോ, ഈ ഉമ്മാഞ്ചേരി പൊങ്ങച്ച. പാത്തുമ്മ നല്ല അടി വെച്ചാലും राजकुमारी सोजा सोजा राजकुमारी सोजा सोजा मैं बलिहारी सोजा सोजा राजकुमारी വായിച്ചിട്ടാണ് ഞാൻ കയറിയിട്ടും ചിരിച്ചിട്ടും ഉള്ളത്. സാഹിത്യത്തിലെ എക്കാലത്തെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനമായ ജൂലൈ 5 എന്റെ ഉപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന സമാഹാരത്തിലെ കുഞ്ഞുപാത്തുമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു ശ്രമം. എന്റെ പേര് കുഞ്ഞുപാത്തുമ്മ. അൽമക്കാരന്റെ പുന്നാര മോളാണ്. എന്റെ ഉപ്പാക്കൊരു ആനയുണ്ടായിരുന്നു, വലിയൊരു ആന. ഉമ്മ, ഞാൻ അപ്പുറത്ത് പോവാട്ടോ. അപ്പുറത്ത് പുതിയ താമസക്കാര് വന്നിട്ടുണ്ട്. അന്റെ പേരെന്താ? എന്റെ പേര് തുന്നീരൊന്നുമല്ല, എന്റെ പേര് കുഞ്ഞുപാത്തുമ്മ. വായിക്കാനോ? എനിക്ക് വായിക്കാനൊന്നും അറിയില്ല. ഞാൻ പോവാ, പിന്നിട്ട് വരാം. ബാപ്പ, നിങ്ങളെന്താ എന്നെ വായിക്കാനും എഴുതാനൊന്നും പഠിപ്പിക്കാത്ത? ബാപ്പ, കാത് കേൾക്കണില്ലേ? ഉമ്മ, ഞാൻ പുഴയിൽ പോയി കുടിച്ചിട്ട് വരാട്ടോ. പഠിച്ചോനെ, നീ കണ്ണട്ടാ. തൊടയിലെന്തോ കറുത്ത സാധനം തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ? അത് പോയി. ചോര എഴുതുന്നുണ്ട്. അതിനെ കൊല്ലണം. വേണ്ട, അതിനുണ്ടാവും ഉമ്മയുപ്പായൊക്കെ. അതിനെ പഠിച്ചത് അള്ളാഹുവാണെങ്കിൽ എന്നെയും പഠിച്ചത് അള്ളാഹുവാ. പോയിക്കോ, പോയി രക്ഷപ്പെട്ടോ. ഈ ആരെയും ചോര കുടിക്കരുത് കേട്ടോ. ചോര കുടിച്ചാല് പഠിച്ചോ നിന്നെ നരകത്തിലായിട്ട്. എന്താ കുട്ടികളെ? ഉമ്മ, കുട്ടികള് പറയണ കേട്ടോ. നമ്മുടെ ഉപ്പാന്റെ ആനയില്ലേ, കുയ്യാനാണ് അത്ര, കുയ്യാന. ഡ്രസ് കണ്ടതിന് മനസ്സിലാവും ഞാൻ അതോടെ ചെയ്യാൻ പോകുന്നത്. പാത്തുമ്മയുടെ ആട് പറഞ്ഞ കൊച്ചു കഥയിലെ ചെറിയൊരു ഭാഗമാണ് ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നത്. പാത്തുമ്മ ആ ഒരു ആടിന് ഇല കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം. അയ്യോ, എന്റെ ആടവിടെ പള്ള കഴിച്ചിരിക്കുന്നുണ്ടോ? പത്തിരി ചുട്ട് വിളമ്പി നടക്കും മുത്തിരി പാത്തുമ്മ, അവളുടെ രംഗനയ്ക്കുള്ളിൽ വിനാവിൽക്കും മുത്തിരി പാത്തുമ്മ. ഓ, എല്ലാം നന്നായി വളർന്നല്ലോ. പത്തിരി ചുട്ട് വിളമ്പി നടക്കും മുത്തിരി പാത്തുമ്മ. എല്ലാരും ഉണ്ടല്ലോ, എന്താ കാര്യം? അല്ല, നിങ്ങൾ എന്റെ കഞ്ഞിവെള്ളം കുടിച്ചോ? എന്റെ കഞ്ഞിവെള്ളം
ഇപ്പൊ ചപ്പും ചവറും എല്ലാം നിന്ന് പണ്ടാരം അടങ്ങിയിട്ടുണ്ട് ആട്. പറ നിങ്ങളിപ്പോ എല്ലാരും എന്നെ കുറ്റം പറഞ്ഞോണ്ടേ എന്റെ ആടൊന്ന് പെറ്റോട്ടെ. നിങ്ങൾ എല്ലാരും എന്നെ പുറകെ നടക്കും. ഓന്റെ ആട് വരുമ്പോ ഈ സുബേദനെ മറക്കല്ലേ പാത്തോട്ടി. കുറച്ച് പാല് സുബേദയ്ക്ക് മാറ്റി വെക്കണേ. നല്ല അടി വെച്ച് എന്റെ ആടിനിപ്പൊ കുറ്റം പറഞ്ഞ് പാല് ചോദിച്ചു വന്നേക്കുന്നു. താങ്ക് യു. എന്റെ റബ്ബേ, എന്റെ കണക്കൊക്കെ ശരിയാക്കി തരുന്നേ. 1 1 2, 2 1 3, 3 1 4. ഞാനാണ്ട് ഒറ്റ കണ്ണെ പോക്കെ മുക്കിയിട്ട് കളിക്കാതെ വേദാച്ചാവേ ഒന്ന് വെച്ചത് രണ്ട് വെച്ചത് നാല് വെച്ചത് വേദാച്ചാവേ